വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കും ധ്യാനുവിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും മുട്ട ഓംപ്ലേറ്റും ആണ് കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രാവിലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇനിയൊന്ന് ഇവൻ ഫുഡ് കൊടുത്തിട്ട് അവൻ്റെ സ്കൂളിലാക്കണം. അപ്പം ഇന്ന് എന്തൊക്കെ വെച്ചതെന്ന് കാണിച്ചു തരാം. ചോറുണ്ട് കേട്ടോ, ചോറ്, പിന്നെ ഒരു തോരൻ വെച്ചു, ബീട്രൂട്ട് ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഇന്നലെ തീയലൊന്ന് വറ്റിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോൾ തീയലൊക്കെ കഴിയും. പിന്നെ ഇന്നലെ വാങ്ങിയ മീൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, പൊരിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് പിന്നെ മീൻ കറിയോട് വലിയ താല്പര്യമില്ല. മീൻ കറി ഇവൻ്റെ അച്ഛനാണ് എനിക്ക് വലിയ താല്പര്യം. നമുക്ക് മീൻ പൊരിച്ചതിനോടാണ് താല്പര്യം. അതുകൊണ്ട് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോവുകയാണ്. നമ്മൾ എന്ത് പരീക്ഷിക്കാൻ പോണ കുട്ടി? ഇന്നെൻ്റെ കുട്ടി വിജയിച്ച് വരും കുട്ടി. അങ്ങനെ ധ്യാനസിന് വീട്ടിൽ വന്നിട്ട് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് പുറത്തുള്ള വെയിലൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത്രയും ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ, എന്തൊരു രക്ഷയില്ല, ഫുള്ള് ചൂടായി ആരും പേടിക്കരുത്. കഴുത്തൂരിടണമെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര അയ്യോ വെയിൽ, വെയിൽ കണ്ടോ, ഭയങ്കര വെയിൽ. ഞാൻ അവനെ വിളിക്കാൻ പോകണത് ധ്യാനസിന്. അപ്പോൾ പോയിട്ട് വരാം, രക്ഷയില്ല വെയിൽ. ഹലോ ഗായ്സ്, ചൂടെടുത്ത് ഞാൻ മുടിയൊക്കെ പൊക്കി കിട്ടിയിരുന്നു കേട്ടോ. ചോറ് കഴിക്കാൻ പോവാണ് ഞാൻ. ധ്യാനസ് ചോറ് കഴിക്കാൻ പോകും. ചോറ്, തോരൻ, തീയൽ, 2 പൊരിച്ച മീൻ. ഇതെൻ്റെ ചോറ്, ഇത് ധ്യാനൂസിൻ്റെ ചോറ്. അപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ധ്യാനൂസ് ട്യൂഷൻ 2:30 കൊണ്ടാക്കിയ ശേഷം വന്നിരുന്നു. അപ്പോൾ എനിക്ക് വെച്ചെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഏത്തപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏത്തപ്പഴവും ഒരു പൂട മുട്ടായി തിന്നു ഗായ്സ്. ഒരു 4:30 മണിയായി കേസ്. എന്നാലും ചൂടിനൊന്നും ഒരു കുറവുമില്ല. വെള്ളം ഒഴിച്ചു കേട്ടോ. ഈ ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഈ തണലത്ത്, ഈ മരത്തിൻ്റെ കുറച്ച് തണലുള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്ന് ഇതൊക്കെ കരിഞ്ഞു പോയി, എല്ലാം കരിഞ്ഞു പോയി. ഈ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറ്റാറ് വഴിയും ഇത് മാത്രമേ ഉള്ളൂ. ഇത് അച്ഛൻ കൊണ്ടുവന്നു എറണാകുളത്ത് നിന്ന് കുറേ ചെടിയും കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാം തീർന്നു. ചരിഞ്ഞ് വീണ ചെടി അവിടെ കിടന്ന് കിളിച്ച് വരികയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കളക്ഷൻസ്. നമ്മളെ റംബൂട്ടാൻ്റെ പൂവൊക്കെ ഉണ്ട്, പക്ഷേ അത് പോവാൻ ചാൻസ് ഉണ്ട് ഈ ഇത്രയും ചൂടത്ത്. സപ്പോട്ടക്കായൊക്കെ ഉണ്ട്. രക്ഷയുടെ ചൂട്. ഞാനിപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചോടെ നിൽക്കുകയാണ്. ധ്യാനസിനെ ഇപ്പോൾ വിളിക്കാൻ പോകണം. ഇപ്പോൾ വിളിക്കും സമയം. ചെടികളൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തന്നില്ല, എല്ലാം കരിഞ്ഞു പോയി ഗൈസ്. കണ്ടു ഇത്ര മനോഹരമായ കാഴ്ചകൾ. ഇത് മാത്രം അവിടെ ഉണ്ട്. ഇത് എന്തായാലും ഇച്ചിരി വെയിൽ വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ലിയോയ്ക്ക് വയറ് വയ്യ. ഇരിക്കടാ, ഇരിക്കൂലേ? വയറ് വയ്ക്കണം. അഹങ്കാരത്തിൻ്റെ കുറവുണ്ട്. ആ കൂട്ടിൽ 2 പ്രാവശ്യം അപ്പിയിട്ട് വെച്ച് എനിക്ക് ബ്ലഡ് ഫുൾ. ആ ലോകത്തിറക്കണ എല്ലാം പറക്കി തിന്നും. പിന്നെ കുറച്ച് സമയം അധികം തുറന്നു വിടുമ്പോഴാണ് എൻ്റെ ഈ സ്വഭാവം. എല്ലാം കഴിച്ചിട്ട് അവിടെ എവിടെ അപ്പിയിട്ട് വയ്ക്കും. വയറ് പ്രശ്നമൊക്കെ വയ്ക്കും. നാളെ കുളിക്കാമേ നമുക്ക് കേട്ടാ. ഇരുന്നോ, സിറ്റ്. സെക്കൻഡ് ഇടും, ചാടിയും കണ്ടു. സെക്കൻഡ് ഒരു 2 കൈ സെക്കൻഡ് തണ്ട. പോടാ അതൊക്കെ ചെറുക്ക, പൊക്കോ, അവിടെ പോയിരുന്നു. ഞാനിവിടെ ഇരിക്കാം, നീ അവിടെ ഇരിക്കും. ഞാനിവിടെ ഇരിക്കാം, നീ അവിടെ ഇരിക്കും. നിൻ്റെ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ഇംഗ്ലീഷിൽ നിന്ന്? ഓർമ്മയില്ല. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചോദിച്ചത് അവരെ ഓർമ്മയില്ല. എന്തൊരു ചെറുക്കനാണ് ഈ മാത്സ്. അതുകൂടെ കഴിയാൻ ഞാനും ഫ്രീ ആയേ. ലോകത്തിറങ്ങുന്ന കാർഡുകൾ മൊത്തവും പറിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മൾ അവൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത്. ഇങ്ങനെ കുറെ അന്യായ സ്വഭാവങ്ങളുണ്ട്. ഇതാരും പഠിപ്പിച്ചു? അച്ഛനല്ലേ കാണിച്ചത്? ആ അത് തന്നെ. അച്ഛനെ കൊണ്ട് ഇല്ലാത്ത വൃത്തികെട്ട സ്വഭാവങ്ങൾ മൊത്തം പഠിപ്പിച്ചു കൊടുക്കും. നീ എനിക്കടപ്പം പഠിപ്പിച്ചിട്ടുള്ളത്. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയോ അവിടെ നീ നോക്കിക്കൊണ്ട്. ലിയോ അവിടെ ഇരി. ലവ അവിടെ നിൽക്കുന്നതാണ്. അന്തമുട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട്. ഞാൻ ചായ കുടിക്കുമ്പോഴത്തേക്കും അമ്മ ഇച്ചിരി ചായ താ അമ്മ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ അവനോട് കുറച്ച് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു.
അവന് ചായ പാൽ ഐറ്റംസൊക്കെ അലർജിയാണ്. പിന്നെ ഞാൻ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. വല്ലപ്പോഴോ കൊതിക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചായ ഇവിടെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് തിളച്ച് പൊങ്ങാറായി. പിന്നെ ചായ ഇട്ടു. ധ്യാനോസിൻ്റെ എൻ്റെ ചായ ഇവിടെ ഉണ്ട്, ടിന്നും ഉണ്ട്. എങ്ങനെ നമുക്ക് ഈ ചായ ടിന്നുമായി പോകാം എന്ന് ഞാൻ പറഞ്ഞുതരാം. എളുപ്പത്തിൽ കൊണ്ടുപോകേണ്ട അതാണ് ഈ ടിന്നു കൊണ്ടുള്ള ഉപയോഗം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചായ കുടിച്ചു തരാം. ഞാനിവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് ഗൈസ്. തേച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എത്തിക്കാറായില്ല. നമ്മളെ ലിയോ ഇവിടെ ഉണ്ട്. ചൂട് കാരണം വയ്യ. കുറേ അകത്തിരുന്ന് ഇപ്പം വീണ്ടും വെളിയിറങ്ങി. പറ്റി സിറ്റ് ഔട്ടിൽ ഒരു ഫാനുണ്ട് ഗൈസ്. ഒരു സമാധാനത്തിൽ ഞാനത് ഇട്ടേക്കണമെന്നേ ഉള്ളൂ. ഒരു സൗണ്ടാണ്. തെക്കോട്ടേ അടിക്കുകയുള്ളൂ. മിസ്റ്റർ അരുൺകുമാർ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫാൻ ഇപ്പോൾ തെക്കോട്ട് മാത്രമേ കറങ്ങുള്ളൂ. ഈ ഫാൻ കാണുമ്പോഴൊക്കെ നിങ്ങളെ ആലോചിക്കും. അതിൻ്റെ അടപ്പൊക്കെ ഊരി വീണ് കേട്ടോ. വർഷം 3-4 അങ്ങോട്ടേ അടിക്കണം ഭിത്തിയിലേക്ക്. അപ്പോൾ ആ ഭിത്തിയിൽ അടിച്ചിട്ട് നേരെ എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തോട് ചെറിയൊരു കാറ്റ് മിന്നായം പോലെ വീശുന്നവരുണ്ട്. അതുകൊണ്ട് അത് ഇട്ടൊരു സമാധാനത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. അതല്ല ആ ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും ഇവിടെ ഇരിക്കാൻ. ഫാൻ ശരിയാക്കണം കേസ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കേസ്. 6:30 മണിയായി. വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി രാത്രി എനിക്കൊരു സ്പെഷ്യലും ധ്യാനുവിന് ചോറും. ധ്യാനു തിന്നാത്തൊരു സ്പെഷ്യലാണ് എനിക്ക്. അത് ഞാൻ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. എനിക്കിങ്ങനെ ചൂടെടുക്കണം ഗൈസ്. പിന്നെ ഞാൻ മുട്ടിയൊക്കെ തെറ്റിയിട്ട് പരന്നാല് 3-7 രൂപയേ ഉള്ളൂ. പക്ഷേ തെറ്റിയിടുന്നതല്ല, തെറ്റിയിട്ട് ഭയങ്കര ചൂട്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ നൈറ്റ് എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകണം. എന്താ പറയുക, ഇത് നമ്മുടെ സേമിയാണ്. സേമിയ മീൻസ് റാഗിയുടെ സേമിയ. നമുക്ക് റാഗിയുടെ സേമിയ കിട്ടുമ്പം ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. ഇത്തവണ ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ, റെഡിയാവുമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണിക്കാം. ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് നിവക്ക് ഒന്ന് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൊവുക്കാൻ വയ്ക്കണം. ഒരു 2-3 മിനിറ്റ് കേട്ടോ. മേളിലിങ്ങനെ വെള്ളം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് കൊവുക്കാൻ വയ്ക്കണമെന്നാണ് ഇതിൽ ചേച്ചിമാർ പറയണം. അപ്പോൾ നോക്കട്ടെ, ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കോത്ത് വെച്ച് 2-3 മിനിറ്റ് ആയി കേട്ടോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് വെള്ളം മാറ്റി എന്തോ ഒരു സൗകര്യം ഊറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ വെള്ളം പോവാണ്. എന്നിട്ട് ഇനി ഇതുപോലൊരു കണ്ണ് ഐറ്റംസ് എടുത്തിട്ട് ഇത് വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വിതരിമ്പിച്ചിടുക. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. മുടിഞ്ഞു പോയി കേട്ടോ. നല്ല രീതിയിൽ ആവി കയറ്റി ഒന്ന് വേവിച്ചിട്ട് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ചെയ്യാന്നുള്ളൊരു സംഭവമാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ കാര്യം ചെയ്ത ഫ്ലോപ്പായി പോയി ഗൈസ്. ഇതിപ്പോൾ കോത്തത് കൂടിപ്പോയെന്ന് അറിയാൻ വയ്യ. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആവി കയറാൻ വെച്ചു. ആ സമയം കൊണ്ട് ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ കഴുകി വയ്ക്കട്ടെ. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. ഞാൻ റാഗി ആവി കയറ്റിയിട്ട് ആക്കി വെച്ച് ഈ കാണിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇതങ്ങ് ആവി കയറുമ്പോൾ കണ്ടോ ഒന്നൊന്നായി വിട്ടൊന്നും ഇരിക്കുന്നില്ല, അങ്ങ് കട്ടിയാവുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എങ്ങനെ ഉപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്നൊന്നായി വിട്ടിരിക്കും. ഞാൻ ചുമ്മാ കാണിക്കുന്ന എൻ്റെ റാഗിയുടെ ഈ ഇത് വളരെ നൈസാണ്. അതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്താൽ മതിയായിരുന്നു തോന്നുന്നു. ഞാൻ എന്തായാലും 4 കടുവൊക്കെ വറുത്തു. ഇതാ ഉള്ളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആക്കാം. 4 ഇറങ്ങി തിരിച്ചു. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് ചീത്ത ആക്കണില്ല. ഞാൻ ഇതിൽ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊക്കെ എടുത്തിടാന്ന് വിചാരിച്ചേട്ടാ. ഞാൻ കഴിഞ്ഞ ഉണ്ടാക്കിയപ്പോഴും ഒന്നൊന്നായി വിട്ടൊന്നും നിന്നില്ല കേട്ടോ. അത് ഒരുമാതിരി കൂട്ടിപ്പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇനി അത് വാങ്ങിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടാക്കണം. ഞാൻ എൻ്റെ സംഭവം തീരെ നൈസായതൊന്നാണോ എന്നറിയത്തില്ല. എന്തായാലും പിച്ചിയൊക്കെ ഇടാം. കട്ടിയായി പോകുന്നുണ്ട് കേട്ടോ. അതൊരു സുഖമില്ല. ഇതാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലും കൂടെ തിന്നാം. ഇപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ട് ചുമ്മാ തേങ്ങയൊക്കെ എന്താണ് വേസ്റ്റ് ആക്കണത്. ഫ്ലോപ്പായി ഗൈസ്. ഫ്ലോപ്പ് 4 ഇനിയിപ്പോൾ ഇങ്ങനെ കടുവത്തൊക്കെ തിന്നാന്ന് വെച്ച് ഇതേ ഇപ്പം ചെയ്ത് വന്നപ്പം
സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കൊന്നേ എൻ്റെ അത് കണ്ട നൈസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്നൊന്നുമില്ല, വെള്ളത്തിൽ കുറേ നേരം ഇട്ടുന്നുണ്ടേ വെന്ത് പോയാൽ തോന്നുന്നു. പക്ഷേ ആ ടേസ്റ്റ് എണ്ണയുടെ കടുവൊക്കെ വറുത്തപ്പോൾ ടേസ്റ്റിനകത്ത് പിടിച്ചപ്പോൾ കൊള്ളാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കടുവും കൂടെ വറുത്ത് തേങ്ങയും കൂടെ ഇട്ട് പഞ്ചസാര ഇടാൻ വിചാരിച്ചു കേട്ടോ. ഞാനപ്പോൾ എന്തായാലും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ, ടേസ്റ്റുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം ഈസിയാണ് ഉണ്ടാക്കാൻ. ഓരോരുത്തർ വാങ്ങിക്കുന്ന സേമിയയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. നൈസാണ് സേമിയ വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കോ, പെട്ടെന്ന് എടുക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ സേമിയയുടെ പ്രശ്നമായിരുന്നു. ഞാൻ മറ്റേ നോർമൽ സേമിയയിൽ ഉപ്പാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നോർമൽ സേമിയയിൽ ഞാൻ ഉപ്പാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ധ്യാനൂസിന് അതും ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നമ്മുടെ അച്ഛനും അത്ര പിടുത്തമില്ല. അത് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഇത് നൈസ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കി ഇത് കഴിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് 8 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഇന്നെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റാണ് കഴുത്തില്ല, പോയ ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇനി ഞാൻ കുറച്ച് പഠന പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാം. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.